തെക്ക് കിഴക്കൻ ജപ്പാനിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തി. ഇന്ന് പുലർച്ചെയാണ് ടോക്കിയോ ഉൾപ്പെടുന്ന മേഖലയിൽ ഭൂചലനമുണ്ടായത്. 30ഓളം പേർക്ക് പരിക്കേറ്റതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ബനീഷ ബാബുവാണ് ചേരുന്നത്. ബനീഷ, വിശദാംശങ്ങൾ പറയൂ. ജപ്പാനിലെ ടോക്കിയോയിലാണ് ഇപ്പോൾ ഒരു ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഈ ഭൂചലനത്തെ തുടർന്ന് 30ഓളം പേർക്ക് പരിക്കേറ്റതായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 5.9 തീവ്രത എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഭൂചലനമാണ് ഇപ്പോൾ ജപ്പാനിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഈ ടോക്കിയോയിലെ 4 പ്രവിശ്യകളോളം ഈ ഒരു ഭൂചലനം അനുഭവപ്പെട്ടു. അതുപോലെ ഈ ടോക്കിയോയിലെ ട്രെയിൽ ഗതാഗതവും ഈ ഒരു ഭൂചലനത്തെ തുടർന്ന് തകരാറിലായിട്ടുണ്ട്. പൈപ്പ് കണക്ഷനുകൾ ഉൾപ്പെടെ പൈപ്പ് കണക്ഷനുകൾ ഉൾപ്പെടെ പൊട്ടിയതായുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഈ ജപ്പാൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭൂചലനത്തിന് സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ ഇന്തോനേഷ്യയിലും അതുപോലെ ഇന്തോനേഷ്യക്ക് പുറമെ വെനസ്വേലയിലും ഉണ്ടായ ഭൂകമ്പങ്ങൾ എല്ലാം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭൂചലനത്തിന് ഏറെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അത്തരത്തിൽ ഇപ്പോൾ ജപ്പാനിലുണ്ടായ ഭൂചലനത്തിൽ സുനാമി മുന്നറിയിപ്പുകളൊന്നും തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശ്യാമിലി.